മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അമ്പലത്തിൽ രോഹിത്തിനെ കൊണ്ട് അലീന പോവുകയാണ്. അപ്പം രോഹിത്തിന് അമ്പലത്തിലേക്ക് പോകാൻ നല്ല മടിയൊക്കെ ഉണ്ട്. നാട്ടുകാരെന്ത് പറയും, എല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്യും എന്നുള്ളൊരു മാനസികമായി തകർന്നിരിക്കുകയാണ് രോഹിത്ത്. എന്നാലും അലീന രോഹിത്തിനെയും കൊണ്ട് അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. പോകുന്ന വഴി ഓരോരുത്തർ കളിയാക്കി പറയുന്നുണ്ട്. അതൊന്നും കേൾക്കാതെ നടക്കണമെന്ന് അലീന രോഹിത്തിൻ്റെ അടുത്ത് പറയാണ്. അതിലൊരാൾ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ്റെ പണത്തിൻ്റെ ബലം കൊണ്ടാണ് രോഹിത്ത് രക്ഷപ്പെട്ടതെന്നൊക്കെ ഓരോരുത്തർ കളിയാക്കുന്നുണ്ട്. പക്ഷേ അലീനയാണെങ്കിൽ രോഹിത്തിനെ കൊണ്ട് അമ്പലത്തിൽ വരുന്നുണ്ട്. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ച് പ്രസാദമൊക്കെ രോഹിത്തിന് നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ നീ ഒരു പുതിയ ആളായിരിക്കണം, പഴയതെല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങണം എന്ന് പറയുകയാണ്. അങ്ങനെ നേരെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ രോഹിത്ത് മുണ്ടും ഒക്കെ എടുത്തുകൊണ്ട് വരുന്ന കാണുമ്പോഴത്തേക്ക് കൃഷ്ണമോക്കും ഭവതിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. നിങ്ങൾ എവിടെ പോയിട്ട് വരികയാണെന്ന് ചോദിക്കണം. അപ്പോൾ അലീന പറയാണ്, എവിടെ പോയിട്ട് വരാൻ, ഞങ്ങൾ പുറത്തൊന്ന് ചുറ്റാൻ പോയി, എന്നിട്ട് ക്ഷേത്രത്തിൽ ഒന്ന് കയറി എന്ന് അലീന പറയുകയാണ്. അപ്പം കൃഷ്ണമോള് പറയാണ്, സത്യം അലീന ചേച്ചി പറയുന്നത്. അതെ, എന്നും രോഹിത്തിനിങ്ങനെ മുറിയിൽ തന്നെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് പോയതാണെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രോഹിത്ത് പതുക്കെ അങ്ങ് മുകളിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ഭവതിക്കും കൃഷ്ണമൊക്കെ ഭയങ്കര വിഷമം വരുന്നുണ്ട്. കാരണം ഇതുവരെ രോഹിത്ത് അവരോട് സംസാരിച്ചില്ല. അങ്ങനെ മുറിയിൽ പോയി ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം രോഹിത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ്, അച്ഛനെ ഒന്ന് കാണണം, അച്ഛനോടൊന്ന് സംസാരിക്കണമെന്ന് രോഹിത്ത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ബാലചന്ദ്രൻ അറിയുന്നുണ്ട് രോഹിത്ത് അമ്പലത്തിൽ പോയ കാര്യം. അതൊക്കെ കൃഷ്ണമോള് ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നതായിട്ട് ബാലചന്ദ്രൻ വിശ്വസിക്കുന്നില്ല. അതെന്ന് വെച്ചാൽ അലീന ചേച്ചിയായിട്ട് രോഹിത്തേട്ടൻ അമ്പലത്തിൽ പോയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം രോഹിത്താണെങ്കിൽ ബാലേന്ദ്രനെ കാണാൻ മുറിയിലേക്ക് വരികയാണ്. ബാലേന്ദ്രനാണെങ്കിൽ ഓരോ ജോലിയിൽ ഇങ്ങനെ കമ്പ്യൂട്ടർ നോക്കിയൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴാണ് രോഹിത്ത് അങ്ങോട്ട് വരുന്നത്. അച്ഛാന്ന് വിളിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ആകപ്പാടം ഞെട്ടുന്നുണ്ട്. ഞെട്ടി ഇങ്ങനെ നോക്കുമ്പോൾ രോഹിത്ത്, അപ്പം എന്താ മോനെ, എന്താ നീ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല, ഞാൻ അച്ഛനെ കാണാൻ വന്നതെന്ന് പറയാണ്. എന്നെ കാണാനോ? അപ്പം രോഹിത്താണെങ്കിൽ നന്നായിട്ട് ബാലചന്ദ്രനോട് സംസാരിക്കുമ്പോൾ തന്നെ ബാലചന്ദ്രന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നോടോ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നോടെന്ന് ചോദിക്കുകയാണ്. അച്ഛാ, എനിക്ക് അച്ഛനോട് പറയാനുണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ, ഞാൻ ഹരിയുടെ ട്രാപ്പിൽ അകപ്പെട്ടു പോയതാണെന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ഇനി നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട എന്ന് പറയുകയാണ്. പിന്നെ നീ ആണെങ്കിൽ ഹരിയുടെ ട്രാപ്പിൽ അകപ്പെട്ടു പോയതാണെന്ന് നീ അങ്ങ് തീർത്ത് പറയില്ലേ, നിനക്കും അതിനകത്ത് കുറേയൊക്കെ കാര്യങ്ങൾ അറിയാമായിരുന്നു, നീ എന്തിനവിടെ പോയി, അത് നിൻ്റെ തെറ്റ്, അതൊക്കെ പോട്ടെ. ഇനിയെങ്കിലും നീ അവൻ്റെ കെണിയിലൊന്നും അകപ്പെടാതെ ചീത്തക്കൂട്ടിൽ പെടാതെ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്. നീ ഇതുകൊണ്ട് തന്നെ നീ പഠിച്ചു കാണുമല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ നിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നും ആൾക്കാർ എങ്ങനെ നിന്നോട് പ്രതികരിക്കുമെന്നൊക്കെ നിനക്ക് മനസ്സിലായി തുടങ്ങിയല്ലോ, ഇനിയെങ്കിലും നീ നന്നായിട്ട് ജീവിക്കുമെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രോഹിത്ത് ബാലചന്ദ്രൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയാണ്, അച്ഛൻ എന്നോട് ക്ഷമിക്ക്, ഈ പ്രാവശ്യത്തേക്ക് അച്ഛൻ എന്നോട് ക്ഷമിക്ക്, ഞാൻ ഇനി ഒരിക്കലും തെറ്റുകൾ ചെയ്യാതെ ശ്രദ്ധിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ്റെ തോളിലേക്ക് വീഴുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ്റെ ഭയങ്കര അത്ഭുതവും അതേപോലെ ഭയങ്കര സന്തോഷവുമാണ്. നീ വിഷമിക്കേണ്ടടാ, എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട്. നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും നിന്നെ രക്ഷപ്പെടുത്തണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളായിരുന്നു. അതിന് അലീനെ തന്നെ അവസാനം വേണ്ട വന്നു എന്ന് പറയാണ്. അപ്പം രോഹിത്ത് പറയാണ്, അച്ഛാ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അലീന ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചേച്ചി ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം രോഹിത്ത് അലീന ചേച്ചി എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ മുറിയിൽ അവർ രണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുറത്ത് ഡോറിന് പുറത്ത് ബബിതയും കൃഷ്ണമോളും കൂടെ വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇത് നോക്കി നിൽക്കുകയാണ്. ബാലചന്ദ്രനും രോഹിത്തും കൂടെ സംസാരിക്കുന്നതും കെട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അലീന അങ്ങോട്ട് വരുന്നത്. അലീന വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ഇവിടെ രണ്ടുപേരും കൂടെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്? അപ്പം അകത്തേക്ക് അലീനയും നോക്കുമ്പോൾ ഇവർ ഭയങ്കര സ്നേഹത്തോടെ നിൽക്കുന്നതാണ്. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. നിങ്ങളെന്താ പുറത്തിരിക്കുന്നത്, നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബബിത പറയാണ്, ഞങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ചിലപ്പം രോഹിത്തേട്ടൻ ഞങ്ങളോട് സംസാരിക്കത്തില്ല, ഇത്രയും ദിവസമായി ഞങ്ങളോട് ഇതുവരെ സംസാരിച്ചില്ല എന്ന് പറയുകയാണ്. അപ്പോൾ കൃഷ്ണമോളും പറയുന്നുണ്ട്, അത് ശരിയാണ് ബബിതേച്ചി പറഞ്ഞത്, ബബിതേച്ചിയോടും എന്നോടും മാത്രം രോഹിയേട്ടൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ അലീന പറയാണ്, അതാണോ പ്രശ്നം, ഞാൻ ചോദിക്കട്ടെ അവനോട്, അവൻ എന്താ നിങ്ങളോട് മിണ്ടാത്തതെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരെയും കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോഴത്തേക്ക് ഇവർ വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ രോഹിത്താണെങ്കിൽ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ഉടനെ അലീന പറയാണ്, ഒന്ന് നിന്നേ രോഹിത്തെ, ഇവർക്ക് രണ്ടുപേർക്കും ഓരോ പരാതിയുണ്ട്, ഇവർ രണ്ടുപേർക്കും ഇതുവരെ നീ മിണ്ടിയില്ലെന്ന്, കാര്യം എന്താ നീ മിണ്ടാത്തതെന്ന് പറയാണ്. അപ്പം തലകുനിച്ച് നിൽക്കുകയാണ് രോഹിത്ത്. ഇത് കാണുമ്പോഴത്തേക്ക് ബബിതയ്ക്ക് കൃഷ്ണമോൾക്കും സങ്കടം വരുന്നുണ്ട്. അപ്പം ബബിതയാണെങ്കിൽ രോഹിത്തിൻ്റെ കൈ കയറി പിടിക്കുന്നുണ്ട്. അതുപോലെ കൃഷ്ണമോളും മറ്റേ കൈ കയറി പിടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് രോഹിത്തിൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളാണെങ്കിൽ വന്ന് രോഹിയേട്ട എന്നും പറഞ്ഞിട്ട് തോളെ ചായുന്നുണ്ട്.
അപ്പോഴത്തേക്ക് രോഹിത്തിനാണെങ്കിൽ സങ്കടം, കാരണം കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുകയാണ്. ബബിതയെ പറയുന്നുണ്ട്, രോഹിയേട്ടൻ ഞങ്ങളോട് ഇത്രയും ദിവസം എന്താ മിണ്ടാതിരുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രോഹിത്താണെങ്കിൽ സങ്കടത്തോടെ പറയാണ്, എനിക്ക് നിങ്ങളോട് ഒരു വിരോധവും ഉണ്ടായിട്ടെല്ലാം മിണ്ടായിരുന്നേ, പക്ഷേ എനിക്ക് ആരെയും കാണാനോ സംസാരിക്കാനോ ഒരു മാനസികാവസ്ഥയല്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് കൃഷ്ണമോളാണെങ്കിൽ രോഹിയുടെ തോളിലേക്ക് ചാഞ്ഞിട്ട് പറയാണ്, രോഹിയേട്ടാ, ഏട്ടൻ പഴയതുപോലെ ആവണം, പഴയതുപോലെ തന്നെ ഞങ്ങളോട് പെരുമാറണം, ഞങ്ങളോട് സംസാരിക്കണം, അതാ ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് കൃഷ്ണമോൾ കരയാണ്. അപ്പോഴത്തേക്ക് രോഹിക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അങ്ങനെ അവർ മൂന്നുപേരും കെട്ടിപ്പിടിച്ച് കരയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് ബാലചന്ദ്രന് നല്ല സങ്കടം വരുന്നുണ്ട്. അങ്ങനെ അലീനയാണെങ്കിൽ അവരെ മൂന്നുപേരെ ഒന്നിപ്പിക്കുകയാണ്. അങ്ങനെ സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. എല്ലാവരും കൂടെ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ, പുറത്തേക്ക് പോകുമ്പോൾ രോഹിത്തും അതേപോലെ കൃഷ്ണമോളും ബബിതയും അലീനയും കൂടെ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അലീനെ, മോൾ അവിടെ നിന്ന് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. അങ്ങനെ അലീന അവിടെ നിൽക്കുകയാണ്. അപ്പം ബാക്കി എല്ലാവരും പോവുകയാണ്. എന്താ അച്ഛാ, അച്ഛൻ എന്തെങ്കിലും കഴിക്കാൻ വേണോ, എന്തെങ്കിലും കുടിക്കാൻ വേണോ, എന്താ അച്ഛൻ വിളിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പം ബാലേന്ദ്രൻ വന്ന് അലീനയുടെ കൈ പിടിച്ചിട്ട് പറയാണ്, മോളെ, നിനക്ക് നന്ദിയുണ്ട്. ഈ കുടുംബം നാശമായി താറുമാറായി പോയത്, അതിനെ വീണ്ടും കരകയറ്റി കൊണ്ടുവന്നത് നീയാ. എൻ്റെ മക്കൾ വഴിവിട്ട രീതിയിൽ നടന്നിട്ടും അവരെയെല്ലാം തിരിച്ച് എന്നിലേക്ക് നീ കൊണ്ടുവന്നത് നീയാണെന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ കൈ പിടിച്ച് ഭയങ്കര വിഷമത്തോടെയും സങ്കടത്തോടെയും പറയുകയാണ്. എന്നിട്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്. നീ ഇല്ലായിരുന്നെങ്കിൽ ഈ കുടുംബം നാശമായി പോനെ. എൻ്റെ മക്കൾ രോഹിത് ജയിലിലായനെ. അതുപോലെ ബബിത എങ്ങോട്ടുമില്ലാതെ ഒരു പോക്കായിരുന്നു. അതിനെയെല്ലാം നേർവഴിക്ക് നടത്തി എൻ്റെ മക്കളെയെല്ലാം ഒരുമിപ്പിച്ച നീയാണ്. നിനക്ക് മാത്രമേ അതിന് അവകാശമുള്ളൂ, നിനക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അലീനയോട് ഭയങ്കര സങ്കടത്തോടെ നന്ദി പറയുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്.